സംസ്ഥാനത്തെ 30,000 ഹെക്ടർ റബ്ബർ റീപ്ലാന്റേഷന് 225 കോടി രൂപ അനുവദിക്കുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ഏപ്രിൽ മുതലായിരിക്കും പണം അനുവദിക്കുക. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലായിരുന്നു 410 കോടി രൂപ. 2017-18 225 കോടി രൂപ. 2018-19 358 കോടി രൂപ. 2019-20 218 കോടി രൂപ. 2020-21 269 കോടി രൂപ. 21-22 20 കോടി. 22-23 58. 23-24 ഇപ്പോൾ 161 കോടി 52 ലക്ഷം. റബ്ബറിന്റെ വർദ്ധിച്ച ഉൽപാദന ചെലവും വിലത്തകർച്ചയും സഭയിൽ അടിയന്തര പ്രമേയമായി ഉന്നയിച്ച പ്രതിപക്ഷം റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ടു. കർഷകർ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് കൃഷിയിലേക്ക് പോകുന്ന പ്രവണതയുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ സമ്പദ്ഘടനയ്ക്ക് കാർഷിക മേഖലയിൽ നിന്നുള്ള ഏറ്റവും വലിയ പിന്തുണയും ഈ റബ്ബർ കർഷകരുടെ ഭാഗത്തു നിന്നായിരുന്നു. പല സ്ഥലത്തു നിന്നും റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റി മറ്റ് വിളകളിലേക്ക് പോകുന്ന ഒരു ട്രെൻഡ് കൂടി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി.